തമിഴിലും തങ്കം തന്നെ പറയാം. തങ്കം തന്നെ പറയാം. പക്ഷെ അത് എങ്ങനെയായിരിക്കും പറയാ? അതിന്റെ ഒരു ടോൺ എങ്ങനെയായിരിക്കും ചേട്ടാ? തമിഴ്നാട്ടിൽ ഒരുപാട് കാലം ജീവിക്കുന്ന തമിഴ്നാട്ടുകാരുടെ തങ്കോ അങ്ങനെയല്ലേ? അതെങ്ങനെയാന്ന് പറഞ്ഞ ചേട്ടൻ? തങ്കോ മതിയോ? തങ്കോ എങ്ങനെയായിരിക്കും? അപർണ എന്ന് പറഞ്ഞു. തങ്കം ഇത് പേരല്ലല്ലോ. അപർണ പെട്ടിരിക്കുക. എനിക്കിത് സ്ഥിരം. ഒന്ന് പറ പ്ലീസ്. ഇതൊക്കെ എന്റെ ഒരു സന്തോഷങ്ങളല്ലേ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ. എന്റെ സന്തോഷത്തിന് ഇവിടെ ഒരു വിലയില്ലേ? ഇല്ല. തങ്കോ അവരുടെ ഈ ഒരു ലെവലിലേക്കുള്ള ഇന്റർവ്യൂസ് ഒന്നും പൊതുവെ കൊടുക്കാറില്ല. ഞാനത് ശ്രദ്ധിച്ചു. ആ ഒരു വീണ്ടും വിചാരമുള്ളത് ഭയങ്കര. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും തങ്കം മാത്രമാണ് എന്റെ ഇന്നത്തെ വിഷയം. തങ്കം മാത്രം. ജനുവരി 26-ന് റിലീസ് ചെയ്യുന്ന നമ്മുടെ തങ്കം മാത്രം. അപ്പൊ ഞാൻ ഈ തങ്കത്തിൽ അഭിനയിച്ചതും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളതുമായ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. അവരുടെ തങ്കപ്പെട്ട സ്വഭാവം എന്നോടൊന്ന് പറഞ്ഞു തന്നാ മതി. ആദ്യത്തെ ആള് ഉറങ്ങില്ലേ പ്ലീസ്, ഉറക്കൊക്കെ വരുന്നത്. ആദ്യത്തെ ആള് വിനീത് ശ്രീനിവാസന്റെ തങ്കപ്പെട്ട സ്വഭാവം. തിരിച്ചത് തന്നെ വരിക ആലോചിച്ചു. തന്നെ തങ്കപ്പെട്ട സ്വഭാവം തന്നെയാണല്ലോ ഒരാളുടെ തങ്കപ്പെട്ട സ്വഭാവം. അല്ല, അയാളുടെ സ്വഭാവത്തിൽ എന്താണ് തങ്കപ്പെട്ട സാധനം? ഞാൻ എപ്പോഴും വിനീതേട്ടനെ കാണുമ്പോ വിനീതേട്ടൻ ഒരേ പോലെ തന്നെയാണ് സംസാരിക്കാനാണെങ്കിലും. ഇപ്പൊ എന്നെ അമ്മ എപ്പോഴും പറയും, എപ്പോ കണ്ടാലും ഒരേ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്വഭാവം അല്ലെ, തങ്കപ്പെട്ട ഒരു സ്വഭാവമായിട്ട് തോന്നുന്നു. അപർണ അതുപോലെ തന്നെയാണ്, ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് പടം വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലൊക്കെ തന്നെയാണ്. മുത്തശ്ശി കഥയുടെ ലൊക്കേഷനിൽ അപർണനെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഇതിലും അങ്ങനെ തന്നെയാണ്. ഇതാണ് നിങ്ങൾ രണ്ടുപേരോടുള്ള വളരെ വളരെ വ്യത്യസ്തമായ ഒരു മറുപടി ആയിരുന്നു അത്. താങ്ക്സ് കേട്ടോ. അടുത്ത ആള് ഫഹദ് ഫാസിൽ. ഇപ്പൊ ഭയങ്കര കളിയാക്കല, അതുകൊണ്ട് എനിക്ക് തങ്കപ്പെട്ട സ്വഭാവം കിട്ടുന്നില്ല. എന്ത് പറഞ്ഞ കളിയാക്കുന്നേ? അതെന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കിട്ടും, ഞാൻ തന്നെ ഇട്ട് കൊടുക്കും എന്തെങ്കിലും. എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് ആക്ടറാണ്. അത് സ്വഭാവത്തിൽ പെടുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. പോട്ടെ, അത് തന്നേക്കുന്നു. എനിക്ക് പിന്നെ ഒരാളുടെ കാര്യം ചോദിക്കാതെ എനിക്ക് ഒരു ഇന്റർവ്യൂവിലും പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ആരെന്ന് മനസ്സിലായോ? അദ്ദേഹത്തിന്റെ ഒരു തങ്കപ്പെട്ട സ്വഭാവം പറയോ? സത്യസന്ധത, ആത്മാർത്ഥത, അത് കറക്റ്റ്, വിശ്വസ്തത മതിയോ? ഇതുപോലെ മറ്റൊരാള്, അതായത് ദിലീഷ് പോത്തൻ. ദിലീഷ് ചേട്ടൻ എപ്പോഴും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മള് ഞാനൊരു ഡയറക്ടർ ആണെന്നോ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ നമുക്ക് ഒരിക്കലും തരാത്തൊരു ആളാ. അത് തന്നെയാണ് ദിലീഷ് ചേട്ടന്റെ ഏറ്റവും തങ്കപ്പെട്ട സ്വഭാവം. ബിജു മേനോൻ ചക്കരയാണ്, ചക്കരക്കൊടമാണ്. തങ്കം പേര് അതുപോലെ അർത്ഥവത്താക്കുന്ന ഒരാളാണ് അല്ലേ?